ജോർദാനിലും രക്ഷയില്ല. അമേരിക്കയുടെ 8 ഡ്രോണുകൾ ഇറാൻ പൊടിച്ചിട്ട റിപ്പോർട്ട് പുറത്തു വന്നു. സുരക്ഷയ്ക്കായി ഖത്തറിൽ നിന്നാണ് ഡ്രോണുകളും യുദ്ധവിമാനങ്ങളും ജോർദാനിലേക്ക് മാറ്റിയത്. ഏറെക്കുറെ സുരക്ഷിത ഇടം എന്നുള്ള തരത്തിലാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്ക ഷിഫ്റ്റ് ചെയ്തത്. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് 8 ഡ്രോണുകൾ എന്ന് പറയുന്ന സമയത്ത് $30 മില്യൺ ഒന്നിൻ്റെ വില കണക്കാക്കുന്നത്. യുദ്ധവിമാനത്തിന് സമാനമായിരിക്കുന്ന ഡ്രോണുകളാണ് തകർക്കപ്പെട്ടത് എന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നു. ആകാശ നിരീക്ഷണം നടത്താനും യുദ്ധം ചെയ്യാനും ആക്രമണം നടത്താനും അതേപോലെ തന്നെ തിരിച്ച് വരാനുമുള്ള സംവിധാനം ഒരുക്കുന്നതാണ് ഈ ഡ്രോൺ സിസ്റ്റങ്ങളും സംവിധാനങ്ങളും. പൈലറ്റ് ഇല്ല എന്നതിനാൽ ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കപ്പെടുകയാണെങ്കിൽ പൈലറ്റ് നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു ഭയവും ഉണ്ടാകില്ല. ആ ഡ്രോണുകളിൽ കൂട്ടമായി 8 എണ്ണത്തിന് തകർക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ സാറ്റലൈറ്റ് ചിത്രങ്ങൾ വഴി ഇതിൻ്റെ രഹസ്യങ്ങൾ ചോർന്നിരിക്കുന്നു എന്ന് അമേരിക്ക സംശയിക്കുന്നു. അഥവാ ജോർദാൻ്റെ തീരത്തും രക്ഷയില്ല എന്ന് ഉറപ്പായിരിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതിനിടയിൽ തന്നെ പെൻറ്റഗൺ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു. അവർ പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: അറേബ്യൻ മേഖലയിൽ അമേരിക്കക്ക് സുരക്ഷിതമില്ലാത്ത കാലം വന്നിരിക്കുന്നു. ഇനി സൂക്ഷ്മതയോടും ശ്രദ്ധയോടും കൂടി മാത്രമേ ഇവിടുത്തെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുകയുള്ളൂ. അതിനാൽ ശ്രദ്ധിക്കണം എന്നാണ് അവർ അമേരിക്കയുടെ പ്രസിഡന്റ് അടക്കമുള്ള സെനറ്റിന് നിർദ്ദേശം നൽകിയത്. കാര്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ, അതേപോലെ തന്നെ ഇപ്പോൾ പ്രസിദ്ധീകരിക്കപ്പെടുന്ന വിവരങ്ങളൊക്കെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ വളരെ കുറവാണ്. നടക്കുന്ന സംഭവത്തിൻ്റെ ഏകദേശം 15 മുതൽ 30% വിവരങ്ങൾ മാത്രമേ റിപ്പോർട്ടായിട്ട് പുറത്തു വരികയോ ലോകം അറിയുകയോ ചെയ്യുന്നുള്ളൂ. യാഥാർത്ഥ്യങ്ങൾ ഇതിനേക്കാൾ എത്രയോ ഭയാനകരമാണ്. ഒരു റിപ്പോർട്ടിൻ്റെ അകത്ത് ഇങ്ങനെ കാണുന്നു: $300 ബില്യൺ ഇറാൻ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ പ്രാവശ്യം കരാർ വ്യവസ്ഥയിൽ ആ കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ഇരട്ടിയോളം നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടായത് അമേരിക്ക കാണുന്നു. അവർക്കൊരു നഷ്ടപരിഹാരം മറ്റൊരു രാജ്യത്തോട് ചോദിക്കാൻ പറ്റാത്ത വിധം വീർപ്പ് മുട്ടുന്ന ഒരു സ്ഥിതിയാണുള്ളത് എന്നുകൂടി അതിൻ്റെ ഇടയിൽ പറയാൻ വേണ്ടി സാധിക്കുന്നതാണ്. അങ്ങനെ കൂടി അത് ആ റിപ്പോർട്ടിൻ്റെ ഭാഗം കാണുന്നുണ്ട്. അപ്പോൾ വലിയ നാശങ്ങളും വലിയ നഷ്ടങ്ങളും നിത്യേന അമേരിക്ക അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതും, ഈ അനുഭവിക്കുന്ന നാശങ്ങളും നഷ്ടങ്ങളും സൈനിക നഷ്ടങ്ങളും അടക്കം ലോകത്തോട് പറയാൻ വേണ്ടി സാധിക്കാത്ത പ്രയാസം അവർ നേരിടുന്നുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇപ്പോൾ പറയുന്നത്, നമ്മൾ എവിടെയാണ് അറേബ്യൻ മേഖലയിൽ സുരക്ഷിതത്വം? കഴിഞ്ഞ ആഴ്ച ഏറെക്കുറെ 30ഓളം യുദ്ധവിമാനങ്ങൾ ഇസ്രായേലിൻ്റെ ഇൻ്റർനാഷണൽ എയർപോർട്ടായിരിക്കുന്ന ബെൻഗൂരിയൻ എയർപോർട്ടിലേക്കാണ് ഷിഫ്റ്റ് ചെയ്തത്. അത് 2 തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഒന്ന്, ഇറാനുമായിട്ട് യുദ്ധം ചെയ്യുകയാണെങ്കിൽ ഒരു സുരക്ഷിത ഇടം എന്ന തരത്തിലാണ് ഇസ്രായേലിലേക്ക് മാറ്റിയത്. അപ്പോൾ അറബ് രാജ്യത്ത് ഇങ്ങനെ വെക്കുന്ന സമയത്ത് അറബ് രാജ്യത്തിൽ തന്നെ ഇറാന് ചാരന്മാരുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ചാരന്മാർ ഇത് ഒറ്റുകൊടുക്കുകയും കൃത്യതയോടുകൂടി തന്നെ ആക്രമിക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. അതാണ് ഒരു വിഷയം അതിൻ്റെ കൂടെ പറയുന്നത്. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത്, ഇസ്രായേൽ ഒരു യുദ്ധത്തിൻ്റെ മേഖലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഇവിടെ നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ആ സമയത്ത് മാത്രം ആലോചിച്ചാൽ മതി എന്നുള്ളതും അവർ പറയുന്നു. അഥവാ ഇറാനുമായി ഒരു വലിയ യുദ്ധം നടക്കുന്നതോടുകൂടി മാത്രമേ ഈ യുദ്ധത്തിന് പരിസമാപ്തി ഉണ്ടാകൂ എന്നുള്ളത് ഏറെക്കുറെ കൃത്യമാണ്. ഇപ്പം നടക്കുന്നത് ഒറ്റപ്പെട്ട യുദ്ധമാണ്. ഒറ്റപ്പെട്ട ആക്രമണം, മിസൈൽ അമേരിക്ക ഇങ്ങോട്ട് വിടുന്നു, ഇറാൻ അതിന് പകരം തിരിച്ച് അവരുടെ ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമിക്കുന്നു, അറേബ്യൻ മേഖലയിലുള്ള അമേരിക്കയുടെ യുദ്ധമേഖല ആക്രമിക്കുന്നു. ഈ തരത്തിലാണ് ഇപ്പോഴത്തെ പ്രവൃത്തി കാര്യങ്ങൾ നടക്കുന്നത്. അങ്ങനെ ആ പ്രവർത്തികൾ തുടർന്നുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഉക്രൈൻ റഷ്യൻ യുദ്ധം പോലെ അവസാനിക്കാത്ത ഒരു യുദ്ധമായിട്ട് തന്നെ നിലനിൽക്കും. അതിൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങളും വിഷയങ്ങളും ലോകം മുഴുവനും ഒരേ സമയത്ത് ഒരേ രീതിയിൽ അനുഭവിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കാര്യം ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധത്തിൽ മാത്രമാണ് ലോകാടിസ്ഥാനത്തിൽ സാമ്പത്തിക പ്രതിസന്ധികളും വിഷയങ്ങളും ഉണ്ടാകുന്നത്. മറ്റേതൊരു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്തും അത്തരം യാതൊരു വിഷയങ്ങളോ യാതൊരു പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത്
ഇനി വരാൻ പോകുന്ന ദിവസങ്ങളും കഠിനമായിരിക്കും എന്നുള്ളതാണ്. ഹൂത്തികൾ ഇതിന് മുൻപ് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ചെങ്കടൽ തങ്ങളടക്കും, ബാബുൽ മന്ദബ് തങ്ങളടക്കും. പിന്നീട് ഈ മേഖലയിലൂടെയുള്ള എല്ലാ കപ്പൽ ഗതാഗതവും, അതായത് പെട്രോളിയം വഹിച്ചു കൊണ്ടുപോകുന്ന എല്ലാ കപ്പൽ ഗതാഗതം അവസാനിക്കും. നിലവിലുള്ള പെട്രോളിയത്തിൻ്റെ വില അന്ന് $70 ഒരു ബാരൽ പെട്രോളിയത്തിൻ്റെ വില കണക്കാക്കിയത്. 70-75 ആ രീതിയിലായിരുന്നു. ഇത് $200 എത്തും എന്നുള്ളതാണ് അവർ പറയുന്നതിൻ്റെ അർത്ഥം. അഥവാ അങ്ങനെ വരികയാണെങ്കിൽ, അങ്ങനെ വരുമെന്നുള്ള സൂചന അവർ പറഞ്ഞു എന്നല്ലാതെ അത് അന്താരാഷ്ട്ര തലത്തിൽ ചർച്ച ചെയ്യപ്പെട്ടതല്ല എങ്കിൽ പോലും അങ്ങനെ വരികയാണെങ്കിൽ ഇപ്പം നിലവിൽ നമ്മൾ വാങ്ങുന്ന പെട്രോളിയത്തിൻ്റെ വിലയുടെ ഇരട്ടി വിലയായി 125 രൂപയൊക്കെയാണ് നമ്മളിപ്പോൾ പെട്രോൾ വാങ്ങുന്നതെങ്കിൽ ഈ ഹോർമുസ് ചെങ്കടൽ അടക്കുകയും ബാബുൽ മന്ദബ് ഉപരോധിക്കുകയും ചെയ്തതോട് കൂടിയിട്ട് നമ്മൾ 250 രൂപ ഒരു ലിറ്റർ പെട്രോളിയത്തിന് നൽകേണ്ട ഒരു സ്ഥിതി വരും. ലോകാടിസ്ഥാനത്തിൽ അതിൻ്റെ ഈ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ്. അത് ചെറിയ സംഭവമായിട്ടല്ല, അതൊരു മഹാസംഭവമായിട്ടാണ് മാറുക എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനുള്ള വിഷയം എന്ന് പറഞ്ഞാൽ, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിച്ചാൽ നമുക്കറിയാം അത് ഒരു പെട്രോളിയത്തിൽ മാത്രം അവസാനിക്കുന്നതല്ല, എല്ലാ ഉൽപ്പന്നങ്ങളുടെയും വില ഓട്ടോമാറ്റിക്കായിട്ട് ഉയരും. അങ്ങനെ സർവ്വ മേഖലയിലും സാധാരണക്കാരെ പോലും ബാധിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തും എന്നതിൽ യാതൊരു സംശയമില്ല. ഇത് വളരെ കൃത്യതയോടുകൂടി തന്നെ അതിനെക്കുറിച്ച് രാഷ്ട്രീയ നിരീക്ഷകർ ഈ കാര്യത്തെക്കുറിച്ച് വിശദീകരണം നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ നിർമ്മിക്കുന്ന ആയുധങ്ങളെ സുരക്ഷിതമാക്കുക എന്നുള്ളത് അവർക്ക് എല്ലാ കാലത്തും ആ കാര്യത്തിൽ അവർ വിജയിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പിന്തുടർച്ചയാണ്. അതായത് വലിയ ബങ്കറുകൾ സ്ഥാപിക്കുക, ആ ബങ്കറുകൾ ഒളിത്താവളങ്ങൾ സൃഷ്ടിക്കുക, അവിടെ സുരക്ഷിത മേഖലയിലേക്ക് ഒളിപ്പിച്ചു വെക്കുക എന്നുള്ള പ്രവർത്തനങ്ങൾ സാധാരണ അവർ ചെയ്യാറുള്ളതാണ്. അതിൻ്റെ ഒരു തുടർച്ചലനാണ് ഹൂത്തികളുടെയും പ്രവർത്തികൾ അങ്ങനെ തന്നെയാണ്. ഹൂത്തികളുമായി നിരന്തരം യുദ്ധത്തിലേർപ്പെട്ട അമേരിക്കക്ക് പോലും യഥാർത്ഥത്തിൽ അവരുടെ രഹസ്യ മേഖല കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതങ്ങനെ പോകുന്നു. ഇനി ഗസയിലെ ഹമാസിനെ പറ്റി നോക്കുകയാണെങ്കിൽ 2 വർഷത്തോളം യുദ്ധം ചെയ്തിട്ടും യഥാർത്ഥത്തിൽ ബങ്കറുകളെ കുറിച്ചുള്ള ഒരു വിവരവും ഒരു ധാരണയും ഇസ്രായേലിന് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായി നിലനിൽക്കുകയാണ്. ഈ തരത്തിലാണ് ഇതിൻ്റെ വിഷയങ്ങളും ഇതിൻ്റെ പ്രശ്നങ്ങളും പോകുന്നത് എന്ന് ചുരുക്കം. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ നിർമ്മിക്കുന്ന ആയുധങ്ങളുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ബങ്കറിൽ സാധനങ്ങൾ ഒളിപ്പിച്ച് വെച്ച് സുരക്ഷിതമാക്കുന്ന ഒരു രീതി സാധാരണഗതിയിൽ അമേരിക്കയ്ക്കില്ലാത്തതാണ്. കാര്യം അമേരിക്കയുടെ ആയുധങ്ങളെയും സംവിധാനങ്ങളെയും ആക്രമിക്കുക എന്നുള്ളത് ചരിത്രത്തിൽ അപൂർവമായിട്ട് നടക്കുന്ന സമയം, ലോക യുദ്ധങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് എന്നല്ലാതെ അതല്ലാത്ത രീതിയിലൊന്നും ഉണ്ടാവാറില്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ രസമുള്ള കാര്യമാണ് അമേരിക്കയുടെ മേഖല ആക്രമിക്കുക എന്നുള്ളത്. ആ പ്രവർത്തനങ്ങളാണ് അവർ വലിയ രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴാണ് അമേരിക്ക ചിന്തിക്കുന്നത് ആയുധങ്ങളുടെ സുരക്ഷിതത്വം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് രഹസ്യ സങ്കേതങ്ങളും ബങ്കറുകളും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതില്ലെങ്കിൽ അതിൻ്റേതായിരിക്കുന്ന നാശങ്ങളും നഷ്ടങ്ങളും അനുഭവിക്കേണ്ടി വരും എന്ന് ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ അമേരിക്കക്ക് ബോധ്യപ്പെട്ടത്. അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് ആയുധ നിർമ്മാണത്തെക്കാൾ വളരെ പ്രധാനപ്പെട്ടതാണ് നിർമ്മിക്കുന്ന ആയുധങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്നുള്ളത്. ഈ കാര്യത്തിൽ അമേരിക്ക പരാജയപ്പെട്ടിരിക്കുന്നു. ആ അമേരിക്കയുടെ പരാജയത്തിൻ്റെ അവസാനത്തെ ആക്രമണമായിരുന്നു ഒരുപക്ഷെ ജോർദാനിൽ നടന്നത്. 8 ഡ്രോണുകൾ ഒരേ സമയത്ത് തകർക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് എന്നുകൂടി വിലയിരുത്താൻ സാധിക്കുന്നതാണ്. ഏതായിരുന്നാലും വരാൻ പോകുന്ന ദിവസങ്ങൾ യുദ്ധം കഠിനമാണ് എന്ന് ഇറാൻ പറയുക കൂടി ചെയ്തതോടെ സുരക്ഷിതത്വവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വല്ലാത്ത ആശങ്ക അമേരിക്കക്കുണ്ട് എന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും.